Dennis, are you comfortable? Yeah, I am. Thanks. ഋതി ഇതിനെത്ര റെന്റ് കൊടുക്കുന്നു? ഇതിന്റെ കമ്പനി ഫ്ലാറ്റാ. ഓ ഓക്കെ. എങ്ങനെയുണ്ട് എന്റെ കോഫി? നോട്ട് ബാഡ്. താങ്ക്സ്. ഓഷോയുടെ പ്രേമഭാചനം. ഓഷോ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയാവോ ഡെന്നിസിന്? പ്രണയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. അതിന്റെ എല്ലാ വേദനകളോടെയും അത് അനുഭവിക്കണം. എനിക്കിഷ്ടപ്പെട്ട വാക്കുകളാ. ഏയ്, ലീവ് ഇറ്റ്. സാം? Yeah, കം ഇൻ. thank you. നിനക്കൊരു മാറ്റമില്ലല്ലോടാ. ഇല്ലേ? സാമിന് കുടിക്കാൻ? No thanks. സാം സോറി, ദിസ് ഇസ് ഋതി. ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട. ഹലോ. സോറിടാ, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ നല്ല ട്രാഫിക്. എയർപോർട്ടിലേക്കുള്ള വഴിക്ക് വെച്ചാൽ നിന്റെ മെസ്സേജ് കിട്ടി. എനിവേ താങ്ക്സ് ഋതി. ഓ, ഇറ്റ്സ് ഓക്കെ. ബൈ ദ വേ ഋതി ബാങ്കോക്കിൽ? ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഒരു ജോബ് മാറ്റർ റിലേറ്റഡ് ആയിട്ട് ബാങ്കോക്കിൽ പോയതാ. ഓക്കെ, ഞാനിവിടെ പറയണമെന്നില്ല. ബാലാജി ആൻഡ് കമ്പനിയിൽ ഡയമണ്ട്സ് ആൻഡ് പേൾസിന്റെ ഡിസൈനർ അല്ലേ? പിന്നെ സാം എപ്പോഴും സമീറായിട്ട് തല്ലുകൂടാറുണ്ടോ? നീ നമ്മുടെ കോളേജ് അടുത്ത മൊത്തം ആളുടെ അടുത്ത് വിളമ്പിയല്ലേ? ഒരു ഫ്രണ്ടാണ് കൂടെയുള്ളതെന്ന് നീ പറഞ്ഞപ്പോ അതൊരു പെൺകുട്ടിയാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഫ്ലൈറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. ആനിനെ കുറിച്ചും നമ്മുടെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ. എന്താടാ, എനിക്കവളെ ബോധിച്ച? ഏയ് അതൊന്നുമല്ലടാ, എനിക്കെന്തോ. ശരിയാ, എവിടെയോ കണ്ടുമറന്ന പോലെ എനിക്കും തോന്നി. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ല. അല്ലടിയ, ഇങ്ങനെ കൂടാനാണോ നിന്റെ പ്ലാൻ? അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഹായ് ഡെന്നീസ്. ഇതിന്റെ ഇടയിൽ നീ ഓളി ആഘോഷിച്ച? ഡെന്നീസിന് എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണല്ലോ. വേണ്ട, ഇവനെപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇയാളുടെ പെയിന്റിങ്ങിനെ കുറിച്ച്. അത്രയ്ക്കൊന്നുമില്ല. പെയിന്റിംഗ് ഒക്കെ പണ്ട്. ഇപ്പൊ ഇവിടെ ഗ്രീൻ പാർക്ക് റീജൻസിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവാ മാഡം. വലിയ പുള്ളിയാ. ചുമ്മാ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോയി കൈ വാഷിട്ട് വരാം. സാം, നീ റിലേഷൻ സീരിയസ് ആയിട്ടാണോ? അല്ലാണ്ട് തമാശക്കാണെന്നാണ് വിചാരിച്ചത്. അല്ല, ഈ ലിവിങ് ടുഗദർ. എടാ, ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്ന എന്താ പ്രശ്നം? അവൾക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. ഗ്രേറ്റ്. അവളുടെ പെയിന്റിങ്ങാ. എന്തേ, പ്രത്യേകിച്ച് കമന്റ്സ് എടുത്തും പറയാനുണ്ടോ? This is an incompleted canvas, like my life. പിന്നെ ഭ്രാന്താണ്. നീ ചെല്ലേ, ഇതാണ് നിന്റെ മുറി. ചെല്ലേ, വേഗം ഫ്രഷ് ആവും. ഓക്കെ, അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. ഓക്കെ, ടർക്കി അത് അവിടെ വെച്ചിട്ടുണ്ട്. എന്താ? ആ, അപ്പൊ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ആംബിയൻസ്? ഗ്രേറ്റ്, ഫീലിംഗ് റിലാക്സ്ഡ്. അതാണ്. പെട്ടെന്ന് ഹൃദയ നിന്റെ കൂടെ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. നിനക്കെല്ലാം അറിയാവുന്നല്ലേ? അറിയാവുന്നതുകൊണ്ട് തന്നെയാ പറയുന്നത്. നിനക്കൊരു കൂട്ട് വേണം. അത് ഹൃദയ അല്ലെങ്കിൽ വേറെ ആൾ. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചിട്ടാടാ? എത്ര ശ്രമിച്ചിട്ടൊന്നും മറക്കാൻ പറ്റുന്നില്ലടാ. ആൻഡ് അവളിപ്പോഴും എൻ്റെ കൂടെ ഉള്ള പോലെ. ഒരുപക്ഷെ വിധി എന്നോട് ക്രൂരത കാണിച്ചില്ലായിരുന്നെങ്കിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ? ജീവിതം എപ്പോഴും ഒരു നിമിഷത്തെ തിരിച്ചറിവാന്ന് കേട്ടിട്ടില്ല. മറക്കാൻ നീ തയ്യാറായാൽ മതി, എല്ലാം ശരിയാവും. നാളെ എപ്പോഴും മീറ്റ്. രാവിലെ 10 മണിക്ക്. പിന്നെ 2-3 ദിവസം ഇവിടേക്ക് ഒന്ന് കറങ്ങണം. നിനക്ക് ലീവില്ലെങ്കിൽ ജോലി പൊക്കട്ടെ നോക്കും. കോളേജ് കഴിഞ്ഞ് ഇപ്പോഴാണ് നിന്നെ ഒന്ന് കൈ കിട്ടണം. ഭാരിച്ച കാര്യങ്ങളും സാർ അന്വേഷിക്കണം. ഇവിടെ അങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കാനാണോ നിന്റെ പരിപാടി? വാ, താഴേക്ക് പോ. ഹോ,
ടുഡേ ഐ ആം വെരി വെരി ഹാപ്പി. യെസ് ഐ നോ. ഡെന്നീസ് അല്ലേ അതിനുള്ള റീസൺ? അതെ, ഞാനും അവനും സമീറും ഷാനവാസും തമ്മിലുള്ള റിലേഷൻ. അത് നിനക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഫ്രണ്ടിനെ കിട്ടിയപ്പോ എന്നെ മറന്നോ? ഡെന്നീസിന്റെ അപ്പുറത്ത് ചുമ്മാരി. നിന്നെ എനിക്ക് അങ്ങനെ ഓർക്കാൻ പറ്റുമോ? വേണ്ട, ചുമ്മാരി. ജ്യൂസ് എടുത്തുകൂടി അതോ ചായ വേണോ? സാം, ഫുഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ചിക്കൻ കറി ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കി കഴിച്ചോണം. അത് വേണ്ട, എനിക്ക് ആ BTM ലേഔട്ട് വരെ ഒന്ന് പോണം. അവിടെ ഒരാളെ മീറ്റ് ചെയ്യാണ്. അപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചോളാം. ഓക്കെ. എനിക്ക് അവിടെ ഒരാളെ കാണാണ്ട്. ഹൃദയല്ലേ? ഹൃദയ ആരാ? ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാ. ഗേൾ ഫ്രണ്ട് ആണോ? ഓക്കെ ഡെനീസ്, അപ്പൊ ശരി. ബൈഡാ. ബൈ.